അധിനിവേശ കാശ്മീരിൽ സംഘർഷം കനക്കുമ്പോൾ ഒരു വലിയ പ്രസ്താവനയുമായി RSS രംഗത്തെത്തിയിരിക്കുന്നു. മധ്യപ്രദേശിൽ ഒരു വലിയ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് RSSന്റെ തലവൻ മോഹൻ ഭഗവത് പറഞ്ഞത്, ഈ രാജ്യം വിഭജിച്ചപ്പോൾ ഇവിടെ നിന്ന് പോകാതിരുന്നവരാണ് സിന്ധികൾ. ഈ രാജ്യത്തോട് ചേർന്ന് നിന്നവർ അവരോട് സന്തോഷം മാത്രമാണുള്ളത്. ഒപ്പം നമ്മളുടെ ഒരു മുറി സ്വാതന്ത്ര്യത്തിന് ശേഷം കവർന്നെടുത്തവരുണ്ട്. ആ മുറി നമുക്ക് തിരികെ വേണം. അത് തിരികെ എടുക്കാനുള്ള സമയമായിരിക്കുന്നു. എല്ലാവരും അതിൽ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറഞ്ഞതോടെ അവിടെ കൂടിയിരുന്ന ഒരു വലിയ ജനാവലി വലിയ കയ്യടിയോട് ആണ് ഈ ഒരു പ്രസ്താവനയെ കണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായി ശ്രീ രാജ്നാഥ് സിംഗും അമിത്ഷായും ഒക്കെ നിരന്തരം പറയുന്നത് ഒരു തുള്ളി രക്തം പൊടിയാതെ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന്. ഈ അടുത്ത ദിവസമായിരുന്നു മൊറോക്കോയിൽ വെച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് POK അധികം വൈകാതെ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന്. ഇപ്പോൾ ഇതാ RSS കൂടി അത്തരമൊരു പ്രസ്താവന പരസ്യമായി നടത്തിയതോടുകൂടി RSSന്റെ അനുഗ്രഹാശിസുകളോടെ കേന്ദ്ര സർക്കാർ ഈ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിനുള്ള നീക്കം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നടത്തും എന്ന് തന്നെയാണ് എവരും പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു നീക്കം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിൽ പുകഞ്ഞു പൊന്തിയ പ്രതിഷേധം പാകിസ്ഥാൻ കുറച്ചൊക്കെ ശമിപ്പിക്കാനായത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പാക് അധിനിവേശ കാശ്മീർ ശാന്തമല്ല എന്നും പ്രതിഷേധം പലയിടത്തും വീണ്ടും ആരംഭിച്ചു എന്നുമാണ്. ഏതായാലും വലിയൊരു പ്രസ്താവന. ഇതേവരും RSSന്റെ പക്കൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ മോഹൻ ഭഗവത് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.